പടച്ചവനെ അതാ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ടത് മുഴുവനും ഫാത്തിമ ബീബി ചെയ്തു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിൽ വന്നിട്ട് പറയുന്നു, ഫാത്തിമ, ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്. മുസ്ലിമീങ്ങളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് കടന്നു വരികയാ. നബിയേ, പഴുപ്പിച്ച കമ്പി ഞങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി കരിച്ചെടുക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബികൾ ഇങ്ങനെ പരാതി പറയുകയാ. പ്രവാചകൻ അവിടുന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു ഹിജ്റ പോകാൻ. അങ്ങനെ എല്ലാവരും ഹിജ്റ പോയി. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് വേദനയും പ്രയാസവും പേടിയുമായി കഴിയുന്ന എന്റെ പെങ്ങളോട് നിങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിന്റെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. ആ ഫാത്തിമ എന്ന് പറയുന്ന മഹദിയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ വീട്ടിൽ കയറി വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, വാപ്പ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലുണ്ട്, മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പടച്ചവനെ ഉമ്മു കുൽസുമുണ്ട്, സഅദ് റളിയല്ലാഹു തആല അൻഹുണ്ട്, അലിയാർ തങ്ങളുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്. ആ ഖാദിമിനോട് പറഞ്ഞു, എന്റെ രണ്ട് മക്കളെ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ ഇവരെ മദീനയിൽ കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ, ആ സ്വഹാബിയുടെ കയ്യിൽ രണ്ട് പെൺമക്കളെ ഏൽപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. പടച്ചവനെ, നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കുന്നവര്, നമ്മുടെ പൗരത്വത്തിന് മാത്രം എത്ര വിലയെന്തേ? നമ്മളൊക്കെ പേടിയ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്. എന്റെ സഹോദര, ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാ. പിന്നെ നമ്മുടെ പൗരത്വം എന്തേ? എല്ലാവർക്കും പടച്ചവനെ ഇപ്പൊ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്. സഹോദര, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു, മൂസാ നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരുടെയും എന്തിന്? അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാ. പിന്നെ നിന്റെ പൗരത്വത്തിന് എന്താ ഇത്ര വില? എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെയും പൗരത്വം നഷ്ടപ്പെടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പേടിയുണ്ടാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും സഹോദര. കാരണം നമുക്കൊരു പേടിയില്ല. ഇത് പറയുമ്പോ നിങ്ങൾക്കൊക്കെ പേടിയ. പടച്ചോനെ, പേടി മുനാഫിക്കിന്റെ സ്വഭാവമാണ്. ഇവന്മാരെ പേടിച്ച മുനാഫിക്കായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വലഞ്ഞിരി. ഇബ്ലീസാ പോയി പറഞ്ഞു കൊടുത്തത്, മുഹമ്മദ് നാട് വിടാൻ പോകുന്നു, വേണമെങ്കിൽ കിട്ടിയ അവസരം ഇതൊക്കെ കൊന്നേക്കാൻ. ഇനി കിട്ടൂല. മദീനത്ത് പോയാൽ മുഹമ്മദിനെ ഇനി കിട്ടൂല, വേണമെങ്കിൽ ഇന്ന് കൊന്നോണം. എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാക്കന്മാര് പടച്ചവനെ വാളും പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വീട് വളഞ്ഞിരിക്ക, വീടിന്റെ വെളിയിലിറങ്ങിയ വെട്ടി കൊന്നേക്കാൻ. എന്തേ ചെയ്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുങ്ങി ഇറങ്ങാൻ സമയമായപ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എന്തേ പറഞ്ഞേ? AK-47 എടുത്തിട്ട് ചറപറ വെടിവെച്ചിട്ട് ഇറങ്ങി പോകാനാ പറഞ്ഞേ? എന്റെ ചങ്ങാതി, നീ മുസ്ലിമാ, ഞാനും മുസ്ലിമാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് എന്തേ പറഞ്ഞ? നബിയെ, ആറ്റം ബോംബ് എടുത്ത് വെളിയിലിട്ടിട്ട് പോയേര്, അല്ലെങ്കിൽ മിസൈൽ എടുത്തോണ്ട് പോകാനല്ല പറഞ്ഞത്. എന്തേ പറഞ്ഞെന്നറിയോ? ഇറങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ വാതില് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് എന്ത് ചെയ്യണം? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. ഖുർആനിലെ ഒറ്റ ആയത്ത്, പരിശുദ്ധമായ ഖുർആനിലെ യാസീനിലെ ഒരായത്ത്. ഈ ആയത്ത് ഓതിയിട്ട് ഒന്ന് ഊതണം. എവിടെ? ആ മണ്ണില്.
ആ താഴേന്ന് വാരിയ ഒരു പിടി മണ്ണിനകത്ത് ഈ തോതിയിട്ട് എടുത്തുറച്ച ഏറ് എറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി നടന്നു പോ നബിയെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി. ഓടിയില്ല, നടന്നാ പോയെ. അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കത്തും മദീനത്തൊക്കെ ചെല്ലുമ്പോ ഗുഹയ്ക്കകത്ത് കയറാൻ എന്താ തിരക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും കൂടെ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോ ശത്രുക്കള് പ്രാന്തന്മാരെ പോലെ വരിക. ആരെയും കിട്ടണില്ല. പ്രാന്ത് പിടിച്ചിട്ട് മുഹമ്മദ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കണ്ടാലും വെട്ടി കൊല്ലാൻ വേണ്ടി ഓടി തെരഞ്ഞു വന്നിട്ട് ഈ ഗുഹയുടെ മുകളിൽ കയറി നിൽക്കുക. ഈ ഗുഹയുടെ മുകളിൽ നിൽക്കുമ്പോ ഓന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം അള്ളാഹുവെ താഴെ അടിക്കുക ഗുഹയ്ക്കകത്ത്. ആരാ? മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുക. അബൂബക്കർ തങ്ങളുടെ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുക. എന്തേ അബൂബക്കറെ? നബിയെ, ഓമാരിതാ മുകളിൽ എത്തിക്കഴിഞ്ഞു. ശത്രുക്കള് മുകളിൽ വന്നു കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദാ ഇവിടെ അടിക്കുന്ന നബിയെ. അവൻ എങ്ങാണ ഒന്ന് താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും നബിയെ, നമ്മളെ കൊല്ലും നബിയെ. റസൂലുള്ള ചിരിക്കുക. എടാ, ഇതൊന്നും സിനിമാ കഥയല്ല, ഇതൊന്നും വെറുതെ കെട്ടുകഥയല്ല. നീ മുസ്ലിമാണെന്ന് നീ മറന്നു പോകും. നമ്മൾ പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് ചിരിക്കുക. അബൂബക്കർ തങ്ങൾ എന്തേ നബിയെ ചിരിക്കണേ, എന്തേ നബിയെ ചിരിക്കണേ? അല്ല, ഞാൻ നീ പറയണ കാര്യം ഓർത്തിട്ട് ചിരിച്ച. എന്തേ നബിയെ ചിരിക്കണേ? അവനെങ്ങാണം അവന്റെ കാലിലേക്ക് നോക്കിയാ നമ്മളെ കൊല്ലൂല്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്തെന്നറിയ? അബൂബക്കറെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? നമുക്ക് അധികാരമില്ല, ആൾബലമില്ല, നമ്മൾ ന്യൂനപക്ഷമാ. പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹ് ഉണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമർ അവിടെ നിന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞു കൊടുത്തെന്നറിയോ? ഓന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹ് തീരുമാനിക്കണം. എന്റെ പൊന്ന് ചങ്ങാതിമാരെ, ഇവന്മാരൊക്കെ എത്ര തലകുത്തി മറിഞ്ഞാലും അവസാന വിജയം നമുക്ക് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഇന്ന് വരെ ഭൂരിപക്ഷം ജയിച്ച ഒരു യുദ്ധവും ഇല്ല. ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഇന്ന് വരെ നടന്ന സർവ്വ യുദ്ധങ്ങളിലും ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, തബൂക്കാകട്ടെ, ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഇന്ന് വരെ യുദ്ധത്തിൽ ഭൂരിപക്ഷമല്ല ജയിച്ചത്, ന്യൂനപക്ഷമാ ജയിച്ചത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അന്തിമ വിജയം നമുക്ക് തന്നെയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ അവിടെ കൊല്ലുന്നല്ലോ, ഇവിടെ കൊല്ലുന്നല്ലോ, 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ, നമ്മൾ ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ. അത് സത്യം തന്നെയാണ്. നമ്മളൊക്കെ ദുആ ചെയ്തു, കോടതിയുടെ വിധി നമുക്ക് അനുകൂലമാകണം. അനുകൂലമായില്ല. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹിനോട് ദുആ ചെയ്ത ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. അതിനൊരു കാരണമുണ്ട്. ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ ആനയെ കുറിച്ച് പറയുന്ന ഒരു സൂറത്തുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ നോക്ക്. അബ്രഹത്തിന്റെ ആനപ്പട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്ന രംഗമുണ്ട്. അബ്രഹത്തിന്റെ ആനപ്പട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ താലിബാണോ അബ്ദുൽ മുത്തലിബാണോ ആരുമാകട്ടെ, അവരും മറ്റുള്ള നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോ വന്നിട്ട് പറഞ്ഞു അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയം പൊളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ കഅബയുടെ കില്ലയിൽ പിടിച്ചിട്ട് പറഞ്ഞു, കഅബയുടെ നാഥ, നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, നിസ്കാര തഴമ്പും താടിയുടെ നീളമുള്ള ആളല്ല പറഞ്ഞത്. കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, കഅബയുടെ റബ്ബേ, നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. അബാബീൽ എന്ന് പറയുന്ന കുരുവി പോലുള്ള കിളികളെ ഇറക്കിയിട്ട് അള്ളാഹു ഈ ആനപ്പടയെ നശിപ്പിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്നാ 27 കോടി മുസ്ലിമീങ്ങൾ നോമ്പ് പിടിച്ചു. അള്ളാഹുവേ, കൂട്ട പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന, തഹജ്ജുദ് പ്രാർത്ഥന, എന്തൊക്കെയായിരുന്നു. എടാ, കോടതിയുടെ കണ്ണല്ല ആദ്യം തുറക്കേണ്ടത്, നമ്മുടെ കണ്ണ ആദ്യം തുറക്കേണ്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹനെ പേടിയില്ലാതെ നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്ന സമയത്ത് അവൻ എങ്ങനെ അള്ളാഹനെ വിളിക്കുന്നോ അതുപോലെ ദുആ ചെയ്യേണ്ട ഒരു കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും കടന്നു പോകുന്നേ. അപ്പൊ ആദ്യം വേണ്ടത് ഈമാനാ വേണ്ടേ? ആദ്യം നമുക്ക് ഈമാനാ വേണ്ടേ? നമുക്കിപ്പൊ നഷ്ടപ്പെട്ടത് ഈമാനാ. ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നപ്പോ അവരാഗ്രഹിച്ചത് നമ്മളെ പേടിപ്പിക്കാനാ. അതിലവന്മാര് വിജയിച്ചു. ഇത് നടപ്പിലാകോ ഇല്ലേ അതല്ല വിഷയം. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്റെ കാര്യം. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ വന്നിട്ട് എന്റെ ആയുസ് എഴുതി, എന്റെ റൂഹ് എഴുതി, എന്റെ റിസ്ക് എഴുതി, എന്റെ ഭാര്യയുടെ പേരെഴുതി, എനിക്ക് ഉണ്ടാകുന്ന മക്കളുടെ പേരെഴുതി, സർവ്വ കാര്യങ്ങളും എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ മലക്കുകൾ എഴുതി വെച്ചിരിക്കുകയാ. ഇനി എനിക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടുമോ ജയിലിൽ പോകുമോ? ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നതാ. അത് തട്ടിമാറ്റാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൗരത്വം നഷ്ടപ്പെട്ട് ഞാൻ ജയിലിൽ പോയി കടക്കാൻ വിധിയുണ്ടെന്ന് എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ കടന്നപ്പം മലക്കുകൾ എഴുതി വെച്ചിരിക്കുക. അത് തട്ടിമാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ, പറ്റുമോ? ഉള്ളത് പറ, പറ്റുമോ? അള്ളാഹു നിന്റെ പൗരത്വം നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ നടക്കോ? ഇല്ല. പിന്നെ നീ എന്തിനാ പേടിക്കണേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളെ തന്റെ ഹാദിമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ മുത്തുനബി പോയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ചെന്നു. പക്ഷേ പ്രവാചകന് സമാധാനമില്ല. കാരണം തന്റെ പൊന്നുമോള് മക്കയില, തന്റെ പൊന്നാര മകള് മക്കയില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വന്ന് നോക്കിയിരിക്കുക, ഫാത്തിമാനെ കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 പെമ്മക്കളെയും കൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുമ്പോ ശത്രുക്കള് കലി പിടിച്ചിട്ട് നടക്കാം. വാപ്പാനെ കിട്ടിയില്ലെങ്കിൽ മോളെയെങ്കിലും കൊല്ലണം. എന്തായാലും മുഹമ്മദിനെ കിട്ടിയില്ല. ആ മുഹമ്മദിന്റെ മകളെയെങ്കിലും കൊന്നിട്ട് സമാധാനിക്കണം. ശത്രുക്കള് മുഴുവനും പാഞ്ഞു നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് കേട്ടോ, ചരിത്രമാ പറയണേ. ഫാത്തിമ ബീബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിനെ അവര് വെട്ടിക്കൊന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിനെ ശത്രുക്കൾ കൊന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന ചെറിയ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഈ കാണുന്ന വഴി മദീനത്തേക്കുള്ള വഴിയാ, ഓടിക്കോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ആ സഹാബി പറഞ്ഞു കൊടുത്തു, ഇതിലെ നേരെ പോയാ മദീനത്ത് പോകാം, ഇതിലെ നേരെ പോയാൽ നിന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് പോകാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പെമ്മക്കളോട് പറഞ്ഞു, ജീവനും കൊണ്ടോടിക്കോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, നിങ്ങൾ കിതാബ് എടുത്ത് നോക്ക്. 1/2 കിലോമീറ്റർ നടക്കാൻ നിനക്ക് കഴിയില്ലല്ലോ. എങ്കിലും ഫാത്തിമ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് 200 കിലോമീറ്ററുകളിൽ പുറത്ത്, ഏകദേശം 250ഓളം കിലോമീറ്ററുകൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഓടുകയാ. ഇത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ, അല്ലാഹുവേ, ശത്രുക്കൾ അവിടെ നിന്ന് കൊല്ലാമെന്നപ്പോ അവിടെ നിന്ന് ഓടുകയാണ്. ഏകദേശം 200 കിലോമീറ്ററിനപ്പുറമുണ്ടല്ലോ. അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമില്ല. തന്റെ പൊന്നാര മകളാണല്ലോ, കരളിന്റെ കഷ്ടമാണല്ലോ. മരണപ്പെടുന്ന സമയത്ത് ഫാത്തിമാനെ കയ്യിൽ കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്, എന്റെ പൊന്നാര മകളെ കരയിപ്പിക്കരുതെന്ന,
എന്റെ പൊന്നാര മകളെ വേദനിപ്പിക്കരുതെന്നോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മദീനത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ തന്റെ പൊന്നാര മകൾ ഇങ്ങനെ വരികയാണ്. പടച്ചവരെ, ശരീരം മുഴുവനും അതാ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയിൽ തന്റെ പൊന്നാര മകൾ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടുകയാണ്. തന്റെ ഫാത്തിമാനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഫാത്തിമാനെ സമാധാനിപ്പിക്കുകയാ. പടച്ചവനെ, അങ്ങനെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫാത്തിമയ്ക്ക് സമാധാനമായി, ഉമ്മു കുൽസുമിന് സമാധാനമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ കഴിയുകയാണ്. ഉസ്മാൻ തങ്ങളും റുഖിയ്യയുമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ മദീനത്ത് കിടക്കുമ്പോഴാണ് ബദർ യുദ്ധം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിലേക്ക് പോകുമ്പോ റുഖിയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയാണ്. അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ബദർ യുദ്ധത്തിന് വരണ്ട, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യൂ. അവിടുന്ന് പടച്ചവനെ പ്രവാചകൻ അവിടുന്ന് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അതാ യുദ്ധത്തിന് പോയി. പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോയി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് രോഗം കൂടുകയാണ്. പടച്ചവനെ, അതാ റുഖിയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണപ്പെടുകയാണ്. അവിടുന്ന് മരണപ്പെടുകയാണ്. ഫാത്തിമ ബീവിയുടെ താത്തയാണല്ലോ, ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണല്ലോ. അവിടുന്ന് പടച്ചവനെ, ജ്യേഷ്ഠത്തി മരണപ്പെട്ടു. വാപ്പയാണെങ്കിൽ നാട്ടിലില്ല, വാപ്പ നാട്ടിലില്ല. സ്വന്തം സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീയാണെങ്കിൽ എന്ത് ചെയ്യും പൊന്നുമോള്? നിന്റെ അവസ്ഥയെ കുറിച്ച് നാട്ടുകാരെ മുഴുവനും നിലവിളിച്ച് വിളിച്ചുകൂവി എന്തൊക്കെ കാണിക്കും പെങ്ങള്. പക്ഷേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര ജ്യേഷ്ഠത്തി മരണപ്പെട്ടു. പടച്ചവനെ, ഫാത്തിമ വിളിച്ചു കൂവിയില്ല. അവിടുന്ന് സമാധാനത്തോടു കൂടിയിരിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് ബദർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. വാപ്പാനെ കാണുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. ഓടിച്ചെന്ന് തന്റെ പിതാവിന്റെ കയ്യിൽ പിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു. വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് മഹ്ദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന് പറയുന്ന ആ ചെറിയ മകളുണ്ടല്ലോ, വാപ്പാനെ കൊണ്ടുപോയത് എവിടെയെന്നറിയുമോ? തന്റെ ഇത്താടെ കബറിന്റെ ചാരത്താ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് അതാ മറ്റൊരു മകളുടെ കബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, അങ്ങനെ അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ മരണപ്പെടുകയാണ്. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു കുൽസും എന്ന് പറയുന്ന പൊന്നുമോളെ അതാ ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ പിന്നെയും ഒറ്റപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ഫാത്തിമയും മാത്രമേ വീടിന്റെ അകത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രായപൂർത്തിയാവുകയാ. അവിടുന്ന് 18 വയസ്സായി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സായി. പടച്ചവനെ, വിവാഹപ്രായമെത്തി. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ പൊന്നുമോളെ, നീ ഒറ്റയ്ക്കാണല്ലോ, നിനക്കൊരു വിവാഹ ജീവിതം വേണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളോട് പറയുകയാ.